ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ഹനിയ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു കിഡ്ലൻ ബോട്ടിലായിട്ട് ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഞാനൊരു ഗ്ലാസ് ബോട്ടിൽ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് വേണ്ടത് ഒരു ടിഷ്യൂ പേപ്പറാണ്. പിന്നെ ഗ്ലൂ എടുക്കണം. കുറച്ച് ഗ്ലൂവിൽ നമുക്ക് കുറച്ചൊരു വാട്ടർ ചേർത്തിട്ട് 1:1 എന്ന റേഷ്യോയിൽ ഗ്ലൂ എടുത്തിട്ട് ടിഷ്യൂ പേപ്പർ നമുക്ക് ഇതിൻ്റെ മുകളിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ മുഴുവൻ ചെയ്തെടുക്കുകയാണ്. അതിന് ശേഷം ഞാൻ പെട്ടെന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് നല്ല വെയിലത്ത് കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വേഗം ഉണങ്ങി കിട്ടും. അങ്ങനെ അത് പെട്ടെന്ന് എനിക്ക് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് എടുക്കാം. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഇതിനൊരു ബേസ് കോട്ട് അടിച്ചു കൊടുക്കണം. അതിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഗോൾഡൻ യെല്ലോ എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റുക ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറൊക്കെ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഈ കളറാണ് യൂസ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ബേസ് കോട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊരു ആർച്ച് ഷേപ്പിൽ ബ്ലാക്ക് കളർ യൂസ് ചെയ്തിട്ട് ഫുള്ളായിട്ട് ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. ആ ഒരു ഫ്രണ്ട് പോർഷനിൽ ഇതുപോലത്തെ ഒരു ചിത്രം വരച്ചു കൊടുക്കുക. എന്നിട്ട് ഫുള്ളായിട്ട് കളർ ചെയ്യാം. ശേഷം നമുക്കില്ലേ ഒരു കർട്ടൻ ഇങ്ങനെ തുറന്നിട്ടോണം ഒരു പെയിൻറ്റ് ചെയ്യണം. അതിനായിട്ട് ഞാൻ വൈറ്റ് എടുക്കുന്നുണ്ട്. ഗ്രേ ഒരു ഷെയ്ഡിലാണ് നമ്മൾ അറ്റമൊക്കെ ചെയ്തെടുക്കേണ്ടത്. അത് ചുരുണ്ട് കിടക്കണമെന്നാൻ വേണ്ടിയിട്ട് കുറച്ച് ഇതുപോലത്തെ ടെക്സ്ചറൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അറ്റം കുറച്ച് ലേസൊക്കെ ഉള്ളതെന്ന് തോന്നാൻ വേണ്ടി അവിടെ മാത്രം കുറച്ച് ഡാർക്ക് വൈറ്റ് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് ഈ ആർച്ചിൻ്റെ അല്ലേ വലിപ്പത്തിനനുസരിച്ചിട്ടില്ലേ ഒരു ജനാലയും ഒരു വാതിലും തുറന്ന് കിടക്കുന്ന ഒരു വാതിൽ പോലൊക്കെ ഉള്ളത് ചെയ്തെടുക്കണം. പിന്നെ അതിൻ്റെ മുകളിൽ തന്നെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ആർച്ചും നമ്മൾ ചെയ്തെടുക്കണം. അത് നമ്മൾ കട്ട് ചെയ്തതിൻ്റെ മുകളിൽ തന്നെ എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ അതേ വലിപ്പം തന്നെ കിട്ടുമല്ലോ. ഈ ഒരു ജനാലൻ്റെ മുകളിലുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇതൊക്കെ ചെയ്തെടുത്തിട്ട് നമുക്ക് ഇതിന് പർപ്പിൾ കളറാണ് കേട്ടോ കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ അവിടെ പർപ്പിൾ കളർ എല്ലാത്തിനും കൊടുത്തോണ്ടിരിക്കുകയാണ്. ഈ ആർച്ചിനും എല്ലാത്തിനും കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് സ്റ്റിക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ അതിനായിട്ട് ഫെവിക്കോൾ ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. പിന്നെ ആ ഡോറില്ലേ പുറത്തേക്ക് തുറന്നെടുക്കണ അതിന് മാത്രം ഞാൻ ഗ്ലൂ ഗൺ യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ കയ്യിലിപ്പോൾ ഗ്ലൂ ഗൺ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫെവിക്കോൾ യൂസ് ചെയ്താൽ മതി കേട്ടോ. ഒരു കുഴപ്പമില്ല. കുറച്ച് നേരമൊന്ന് പിടിച്ചു കൊടുത്താൽ മതി അതൊന്ന് സ്റ്റിക്കായി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ആ പരിപാടി അങ്ങ് കഴിഞ്ഞ്. ഇനി അടുത്തതായിട്ട് ഞാൻ ഇവിടെ ഒരു ഫെവിക്കോളിൻ്റെ മോൾഡിറ്റ് ക്ലേ ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ശേഷം അത് ഇതുപോലല്ലേ നമ്മളൊരു വള്ളി ഇതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ പടർന്ന് കിടക്കുന്നോണം ഒരു എഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ക്ലേ ഇതുപോലെ ഒന്ന് നമുക്ക് ഉരുട്ടിയെടുക്കാം. ശേഷം ഇതിൻ്റെ മുകളിൽ ഫെവിക്കോൾ വെച്ചിട്ട് നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഞാൻ കുറേ ഫ്ലവേഴ്സും ലീവ്സൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോ എൻ്റെ നിന്ന് മിസ്സായി പോയിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരാനില്ലാത്ത ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് എന്തോ മിസ്സായി പോയിക്കുന്നത്. അതുകൊണ്ടാണ്. അതങ്ങനെ വലിയ പണിയൊന്നുമില്ല കേട്ടോ. നമ്മളിപ്പോൾ വള്ളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നീളത്തിലൊരു സംഭവം ചെയ്തില്ല അതുപോലെ തന്നെ ചെയ്യുക. പൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ എന്നിട്ട് അതും ജസ്റ്റ് ഇങ്ങനെ ചുരുട്ടി കൊടുത്താൽ നമുക്ക് ഇതുപോലത്തെ ഫ്ലവർ കിട്ടും. പിന്നെ ലീഫ് ആക്കാൻ ഒരു കോൺ ഷേപ്പിൽ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ലെയർ ഒരു എഫക്റ്റ് കൊടുത്താലും മതി കേട്ടോ. അത്രേ ഉള്ളൂ ഇതൊക്കെ ചെയ്യാൻ. അപ്പോൾ തന്നെ ലീഫും ഫ്ലവറൊക്കെ ഉണ്ടാക്കിയിട്ട് ഓരോ വള്ളിമേൽ ഇങ്ങനെ ലീഫും ഫ്ലവറൊക്കെ അവിടെയും ഇവിടെ ആയിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ഞാൻ മുഴുവനായിട്ട് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എല്ലാ സൈഡും ഞാൻ ഫ്ലവറും ലീഫൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന് പെയിൻറ്റ് ചെയ്യണം. അതിനായിട്ട് ഞാൻ അവിടെ സാപ്പ് ഗ്രീൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ വള്ളിക്കും ലീഫിനും മാത്രം ഗ്രീൻ കളർ ചെയ്ത് കൊടുക്കാം. ഫ്ലവർമേലൊന്നും ആവാതെ നോക്കണം കേട്ടോ. ഇത് ചെയ്യുമ്പോൾ നന്നായി സൂക്ഷിച്ച് വേണം ചെയ്യാൻ. ഈ റോസാപ്പൂവിൻ്റെ മുകളിലോ അല്ലെങ്കിൽ നമ്മൾ ചെയ്തിരിക്കുന്ന ബേസ് കോട്ടില്ലേ യെല്ലോ അതിൻ്റെ മുകളിലോട്ടൊന്നും ആവാണ്ട് ശ്രദ്ധിക്കണം. അതേ ആവിപ്പോവാൻ ചെയ്താൽ നമ്മൾ അവിടെ ഉള്ള പെയിൻ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. യെല്ലോ മളായി പോവാന്നുണ്ടെങ്കിൽ യെല്ലോ ഒന്ന് ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഫുള്ള് ചെയ്തിട്ട് കാണാം. അപ്പോൾ ഇത് ഞാൻ ഫുള്ള് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് റെഡ് കളറ് റോസാപ്പൂവിന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ഫ്ലവറിന് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് മുഴുവൻ ചെയ്തിട്ട് കാണാം. അപ്പോൾ ഞാനത് ചെയ്തിട്ട് അത് ഉണക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ആ നേരം കൊണ്ട് അടുത്ത പരിപാടിയിലേക്ക് എടുക്കുക. ഇത്രയൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇനിയുണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ നമുക്ക് ഒരു കുഞ്ഞി പ്രാവിന് ഉണ്ടാക്കണം. അതിനായിട്ട് നമ്മളൊരു ക്ലേ അല്ലേ ഒരു കോൺ ഷേപ്പിൽ എടുക്കുക. കോൺ ഷേപ്പിൽ ആക്കിയിട്ട് അതിൻ്റെ മുകൾ ഭാഗം ഉണ്ടാവില്ലേ വട്ടത്തിലില്ല അത് കുറച്ചൊന്ന് ജസ്റ്റ് മുകളിലോട്ടാക്കി കൊടുക്കുക. എന്നിട്ട് കൈ കൊണ്ട് തന്നെ നമുക്കിത് അതുപോലെ കൊക്കൊക്കെ ഇങ്ങനെ ആക്കിയെടുക്കുക. പിന്നെ എന്തെങ്കിലും ഒരു ടൂൾ വെച്ചിട്ട് കണ്ണിന് വേണ്ടിയിട്ട് ഒരു കുത്തൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് അധികം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ കൊക്കില്ല അതിന് നമുക്ക് റെഡ് കളർ കൊടുക്കാം. പിന്നെ ഇത് നമുക്ക് ബോട്ടിലിൻ്റെ എവിടെയെങ്കിലുമൊക്കെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. 2-3 സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ.